ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാവുന്നതുപോലെ പ്രഭാഷകൻ്റെ പുസ്തകം 44-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെ പൂർവ്വപിതാക്കന്മാരെക്കുറിച്ച് അല്ലെങ്കിൽ മഹത് വ്യക്തികളെ കുറിച്ചിട്ടാണ് പ്രഭാഷകൻ പറയുന്നത്. 45-ാമത്തെ അധ്യായത്തിലും 3 മഹത് വ്യക്തികളെക്കുറിച്ച് പ്രഭാഷകൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് 3 ഹെഡിങ് ആണ് ഈ അധ്യായത്തിലുള്ളത്. ടോട്ടൽ 26 വാക്യങ്ങളുള്ള ഈ അധ്യായത്തിൽ ഒന്നാമത്തെ ഹെഡിങ് മോശ, രണ്ടാമത്തെ ഹെഡിങ് അഹറോൺ, മൂന്നാമത്തേത് ഫിനെഹാസ്. ഈ 3 മഹത് വ്യക്തികൾ അല്ലെങ്കിൽ ഈ 3 പൂർവ്വപിതാക്കന്മാരെ കുറിച്ചിട്ടാണ് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ മോശ എന്ന് പറയുന്ന ഹെഡിങ്ങിന് കീഴിൽ അഥവാ മോശ എന്ന് പറയുന്ന മഹത് വ്യക്തിയെ കുറിച്ചിട്ടായിരിക്കും. ഓക്കെ, ഒന്നാമത്തെ വാക്യത്തിൽ കർത്താവ് വളരെ കാരുണ്യവാനായിട്ടുള്ള ഒരു വ്യക്തിനെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. എന്താ പറയുന്നത്? യാക്കോബിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട വളരെ കാരുണ്യം നിറഞ്ഞ ഒരാളെ കർത്താവ് ഉയർത്തിക്കൊണ്ടുവരുവാണ്. ഈ കാരുണ്യം എന്ന് പറയുന്നത് ദൈവീകമായിട്ടുള്ളൊരു വരമാണ്, ദൈവീകമായിട്ടുള്ളൊരു കൃപയാണ്, അല്ലെങ്കിൽ ദൈവീകമായിട്ടുള്ളൊരു ആട്രിബ്യൂട്ടാണ്. ഓക്കെ, അത് നമ്മൾക്ക് വരണം എന്നുണ്ടെങ്കിൽ ദൈവം അത്രമാത്രം നമ്മളിൽ കൃപ ചൊരിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഈ തിരഞ്ഞെടുക്കാൻ പോകുന്ന യാക്കോബിൻ്റെ സന്തതി പരമ്പരയിൽ പെട്ട ഈ വ്യക്തി ദൈവീകത നിറഞ്ഞൊരു വ്യക്തിയാണ്. കാരുണ്യം നിറഞ്ഞൊരു വ്യക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ദൈവീകത ആ വ്യക്തിയിലുണ്ട്. ഓക്കെ, അവൻ ജനത്തിന് സുസമ്മതനായി, ജനത്തിന് വളരെ പ്രിയപ്പെട്ട, ജനവുമായിട്ട് വളരെയേറെ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയായിട്ട് അവൻ നിലകൊള്ളുകയാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? അവൻ ജനത്തിന് സുസമ്മതനായി, വളരെ പ്രിയപ്പെട്ടവനായി, പ്രിയങ്കരനായി. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ദൈവത്തിനും അവൻ വളരെ പ്രിയപ്പെട്ടവനാണ്, ഒപ്പം മനുഷ്യർക്കും അവൻ വളരെ പ്രിയപ്പെട്ടവനാണ്. ഇനി പറയാണ്, ആരാണിവൻ? ഇത്രയും പ്രത്യേകതകളുള്ള, യാക്കോബിൻ്റെ സന്തതി പരമ്പരയിൽ കാരുണ്യവാനായിട്ടുള്ള, ജനത്തിന് സുസമ്മതനായിട്ടുള്ള, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായിട്ടുള്ള ആ വ്യക്തി അതാരാണെന്നാണ് ലാസ്റ്റ് സെൻറ്റൻസിൽ പ്രഭാഷകൻ പറയുന്നത്. അവനത്ര ഭാഗ്യസ്മരണാർഹനായ മോശ. അവനെക്കുറിച്ചുള്ള മെമ്മറി പോലും ഭാഗ്യപ്പെട്ടതാണ്, അവനെക്കുറിച്ചുള്ള ഓർമ്മ, സ്മരണ പോലും ഭാഗ്യപ്പെട്ടതാണ്. അത്തരക്കാരനായിട്ടുള്ള മോശയാണ് കർത്താവ് തിരഞ്ഞെടുത്ത ആ വ്യക്തി. അപ്പോൾ മോശയെ തിരഞ്ഞെടുത്ത രീതി എന്തൊക്കെ സിഗ്നിഫിക്കൻസോടുകൂടി, പ്രത്യേകതകളോടുകൂടിയാണ് മോശനെ തിരഞ്ഞെടുത്തത്. ലാസ്റ്റ് ആ പ്രത്യേകതകളുള്ള വ്യക്തി മോശയാണെന്ന് പ്രഭാഷകൻ പറഞ്ഞു വയ്ക്കുന്ന മനോഹരമായിട്ടൊരു വാക്യമാണ് ഒന്നാമത്തെ വാക്യം. ഇത് ഒരു ഫാമിലി ട്രീ ആണ് കേട്ടോ. ഇവിടെ തൊട്ട് നമുക്ക് അബ്രഹാത്തിനെ കാണാം. അബ്രഹാത്തിൻ്റെ പുത്രനായിട്ടുള്ള ഇസഹാക്കിൻ്റെ പുത്രനായിട്ടുള്ള യാക്കോബ്. പിന്നീട് നമുക്ക് ആരെയാണ് കാണാൻ പറ്റുന്നത്? പുത്രനായിട്ടുള്ള ലേവിയിൽ നിന്ന് വരുന്ന 4ാം തലമുറക്കാരനാണ് മോശ. കണ്ടോ, 1, 2, 3, 4. ലേവിയിൽ നിന്നുള്ള 4ാം തലമുറക്കാരനാണ് മോശ. മോശയുടെ സഹോദരൻ, ബ്രദറാണ് അഹറോൻ. ഓക്കെ, മോശയുടെ ബ്രദറാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആൾ അത് അഹറോനാണ് കേട്ടോ. അപ്പോൾ അബ്രഹാത്തിൻ്റെ സന്തതി പരമ്പരയിൽ യാക്കോബിൻ്റെ ലീനേജിൽ വരുന്ന ആളാണ് മോശ എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ലേവി വംശത്തിൽ പെട്ട ഒരാളാണ് മോശ. മോശയുടെ സഹോദരനാണ് അഹറോൻ. ഈ ആരോൺ എഴുതിയേക്കുന്നതാണ് അഹറോൻ. ഓക്കെ, രണ്ടാമത്തെ വാക്യം പറയുന്നത്, അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. അപ്പോൾ ദൈവം മോശയെ മഹത്വപ്പെടുത്തി, ഒപ്പം അവനെ ആർക്ക് സമനാക്കി? മാലാഖമാർക്ക്, ദൈവദൂതന്മാർക്ക്, ഏഞ്ചൽസ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് മോശയെ മഹത്വപ്പെടുത്തി, ഒപ്പം ദൈവദൂതന്മാർക്ക് ഈക്വലാക്കി. ഓക്കെ, ദൈവദൂതന്മാർക്ക് സമനാക്കി. എന്നിട്ട് പറയാണ് രണ്ടാമത്തെ കാര്യം, ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. എന്താ പറയുന്നത്? വളരെയേറെ ശക്തി കർത്താവ് മോശയിലേക്ക് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ശത്രുക്കൾ പോലും അവനെ പേടിക്കാൻ, ഭയപ്പെടാൻ. അപ്പം ശത്രുക്കൾക്ക് ഭയം ഉളവാക്കത്തക്ക വിധം കർത്താവ് മോശയെ അത്രമാത്രം ശക്തിപ്പെടുത്തി. ഇതാണ് കർത്താവ് മോശയ്ക്ക് നൽകിയ പ്രത്യേകമായിട്ടുള്ളൊരു പവർ.
ഓക്കെ. മൂന്നാമത്തെ വാക്യം പറയുന്നത്, അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മോശ എപ്പോഴും കർത്താവുമായിട്ട് നടത്തുന്നുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിലുള്ളൊരു ബന്ധം മോശ കർത്താവുമായിട്ട് നിലനിർത്തിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മോശ അപേക്ഷിക്കുന്ന സമയത്ത്, മോശ കർത്താവിനെ വിളിക്കുന്ന സമയത്ത്, മോശ കർത്താവിനോട് സംസാരിക്കുന്ന സമയത്ത് സ്പോട്ടിൽ തന്നെ കർത്താവ് മോശയ്ക്ക് അതിനുള്ള ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് നൽകിയിരിക്കുന്ന അടയാളങ്ങൾ പിൻവലിച്ച്, അടയാളങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ജനങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് വഴി ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ ദൈവം കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു മഹാമാരിയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുന്നത്. അത് മോശ അപേക്ഷിക്കുന്നത് വഴി അത് പിൻവലിക്കുകയാണ്, അടയാളങ്ങൾ മാറ്റുകയാണ്. അല്ലെങ്കിൽ പുതിയൊരു അടയാളം നൽകി, പുതിയൊരു സൈൻ നൽകി ആ ജനത്തിനെ വിശദീകരിക്കുകയാണ്. ഓക്കെ. അപ്പം മോശ അപേക്ഷിക്കുമ്പം ആ ഒരു ക്ഷണത്തിൽ തന്നെ ദൈവം തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അത്ര നല്ലൊരു ബന്ധം മോശ ദൈവവുമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അതാണ് അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി, രാജാക്കന്മാരെക്കാളും ഉന്നതനാക്കി. ജനങ്ങൾക്ക് രാജാക്കന്മാരോട് തോന്നുന്ന ബഹുമാനത്തെക്കാളും കൂടുതൽ മോശയോട് തോന്നുന്ന രീതിയിൽ അത്രമാത്രം ദൈവം മോശയെ ഉന്നതനാക്കി. നമുക്കറിയാം, ഈജിപ്തിലെ ഫറവോ രാജാവ് പോലും മോശയുടെ മുൻപിൽ നിസാരനായി, അല്ലേ? അപ്പോൾ ദൈവം രാജാക്കന്മാരെക്കാളും മോശയെ എന്താക്കി? ഉന്നതിയിലെത്തിച്ചു. അതാണ് രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും, ഇപ്പം എന്താ പറയുന്നത്? ജനത്തിന് കൊടുക്കാനായിട്ടുള്ള കൽപ്പനകൾ ആരെയാ ദൈവം ഏൽപ്പിച്ചത്? കർത്താവ് ആരെയാ ഏൽപ്പിച്ചത്? തീർച്ചയായിട്ടും മോശയാണ് ഏൽപ്പിച്ചത്. തൻ്റെ ജനത്തിന് നൽകാനായിട്ടുള്ള കൽപ്പന മോശയെ ദൈവം ഏൽപ്പിച്ചു. എന്നിട്ട് തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു. എന്താ പറയുന്നത്? മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു. മോശയോട് കർത്താവ് ഒരുപാട് പ്രാവശ്യം സംസാരിക്കുന്നുണ്ട്, അല്ലേ? കുറേ പ്രാവശ്യം സംസാരിക്കുന്നത് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും മോശയ്ക്ക് ദർശനം നൽകിയിട്ടില്ല. അപ്പോൾ മോശ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്, എനിക്ക് അങ്ങേ കാണാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ ദൈവം പറയാണ്, എൻ്റെ മുഖം നിനക്ക് ദർശിക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ തിരിഞ്ഞു നടക്കുമ്പോൾ എൻ്റെ പിൻഭാഗം കാണാൻ നിനക്ക് സാധിക്കും. അങ്ങനെ മോശ പിൻഭാഗം കണ്ടു എന്നുള്ളത് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. അതാണ് ആ പറയുന്നത്, തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം. മുഴുവനായിട്ടുള്ള ദർശനം മോശയ്ക്ക് കിട്ടിയില്ല, മുഖം കാണാൻ മോശയ്ക്ക് പറ്റിയില്ല. മറിച്ച് ഭാഗികമായിട്ടുള്ള ദർശനം മോശയ്ക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത്. നാലാമത്തെ വാക്യത്തിൽ വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എന്താ പറയുന്നത്? ദൈവത്തിന് അത്രമാത്രം പ്രീതിപ്പെട്ടവനാണ്, പ്രിയങ്കരനാണ്, ദൈവത്തെ അത്രമാത്രം പ്രീതിപ്പെടുത്തുന്നവനാണ് മോശ, അല്ലേ? അതുകൊണ്ട് എന്തൊക്കെ കൊണ്ടാണ് ദൈവം മോശയെ വിശുദ്ധീകരിച്ചത്? വിശ്വസ്തത. ഒന്നാമത്തെ കാര്യം എന്താണ്? വിശ്വസ്തത. രണ്ടാമത്തെ കാര്യം സൗമ്യത. എല്ലാ കാര്യങ്ങളെയും സൗമ്യമായിട്ട് സമീപിക്കുന്ന വ്യക്തി. എല്ലാ ജനതകളുടെയും ഇടയിൽ അവനെ തിരഞ്ഞെടുത്തു. എല്ലാ ജനതകളിൽ നിന്ന് നിസാരനായിട്ടുള്ള മോശയെ, ലേവി ഗോത്രജനായിട്ടുള്ള യാക്കോബിൻ്റെ സന്തതി പരമ്പരയിൽ പെടുന്ന മോശയെ ദൈവം തിരഞ്ഞെടുത്തു. ഓക്കെ, സാധാരണ ജനങ്ങളിൽ നിന്ന് ദൈവം മോശയെ തിരഞ്ഞെടുത്തു. അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് തൻ്റെ സ്വരം അവിടെ നിന്ന് അവനെ കേൾപ്പിച്ചു. ഓക്കെ, നമുക്ക് പഴയ നിയമത്തിൽ കുറേ തവണ മോശയോട് ദൈവം സംസാരിക്കുന്നത്, തൻ്റെ സ്വരം കേൾപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ സ്വരം ദൈവം അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടെ നിന്ന് അവനെ നയിച്ചു, അല്ലേ? ഇരുട്ടാർന്ന മേഘങ്ങളുടെ ഉള്ളിലേക്ക് അവിടെ നിന്ന് അവനെ നയിച്ചു കൊണ്ടിട്ടാണ് ദൈവം കൽപ്പനകൾ കൊടുക്കുന്നത്. ഓക്കെ, മുഖാഭിമുഖം കൽപ്പനകൾ, ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം അവിടുന്ന് നൽകി. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകിയത്? ഒന്ന്, കൽപ്പനകൾ നൽകി. രണ്ട്, ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം. ജീവൻ നിലനിൽക്കുന്നതിനും വിജ്ഞാനം ലഭിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ നിയമവും മോശയ്ക്ക് നൽകി. എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ നല്ല രീതിയിലേക്ക് വിശുദ്ധീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. തീർന്നില്ല, വീണ്ടും മോശയ്ക്ക് നൽകിയ കാര്യം എന്താണ്? യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ കൽപ്പനകളും ഒപ്പം ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമങ്ങളും മോശയ്ക്ക് പകർന്നു കൊടുത്തത്? ഒന്ന്, യാക്കോബിനെ തൻ്റെ ഉടമ്പടി അഭ്യസിപ്പിക്കാൻ. ഓക്കെ, യാക്കോബിൻ്റെ സന്തതി പരമ്പരയെ ഉടമ്പടി അഭ്യസിപ്പിക്കാൻ, ഒപ്പം ഇസ്രായേലിനെ, മറ്റ് ഇസ്രായേൽ ജനങ്ങളെ തൻ്റെ നീതി അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മോശയ്ക്ക് ദൈവം ഇത്രയും വലിയൊരു
മഹത്വം നൽകിയത്. കൽപ്പനകളും ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമവും ഒക്കെ മോശയെ തിരഞ്ഞെടുത്ത്, സാധാരണ ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് മോശയ്ക്ക് നൽകിയത് ഈ 2 കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. യാക്കോബിന് ഉടമ്പടി അഭ്യസിപ്പിക്കാനും ഒപ്പം ഇസ്രായേലിയരെ കർത്താവിൻ്റെ നീതി അഭ്യസിപ്പിക്കാനും വേണ്ടി തന്നെ. ഇതാണ് പ്രഭാഷകൻ മോശയെക്കുറിച്ച് പറയുന്നത്. രണ്ടാമത്തെ ഹെഡിങ് അഹറോനാണ്. അഹറോൻ ആരാണെന്ന് നമുക്കറിയാം, മോശയുടെ സഹോദരനാണ്. 6 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് അഹറോൻ്റെ ഹെഡിങ്ങിന് കീഴിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. 6ാമത്തെ വാക്യം പറയുന്നത് ആരാണ് അഹറോൻ, അഹറോൻ്റെ പ്രത്യേകത എന്താണ്, ആരാണ് അഹറോൻ. ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹറോനെ അവിടെ നിന്ന് ഉയർത്തി. എന്താ പറയുന്നത്, ആരാണ് അഹറോൻ എന്നതിന് ഉത്തരമാണ് ആദ്യ ഭാഗം. എന്താ പറയുന്നത്, ലേവി ഗോത്രജനാണ്, ഒപ്പം മോശയുടെ സഹോദരനാണ്. ഓക്കെ, ഇനി അവൻ്റെ പ്രത്യേകത എന്താണ്, മോശയെ പോലെ തന്നെ വിശുദ്ധനാണ് ആര്, അഹറോനും. മോശയെ പോലെ തന്നെ ഇക്വാലൻ്റ് ആണ് ആര്, അഹറോനും. അതുകൊണ്ട് കർത്താവ് അഹറോനെയാണ് രണ്ടാമതായിട്ട് മഹത്വപ്പെടുത്താൻ വേണ്ടി ഉയർത്തുന്നത്. 7ാമത്തെ വാക്യം പറയുന്നത്, അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. എന്താ പറയുന്നത്, അഹറോനുമായിട്ട് കർത്താവ് ഒരു നിത്യമായ ഉടമ്പടി, കോൺസ്റ്റൻ്റ് ആയിട്ട് എന്നും നിലനിൽക്കുന്ന ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അന്ത്യമില്ലാത്തൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. എന്താണ്, ജനത്തിന് പൗരോഹിത്യ വേല ചെയ്യണം, ജനത്തിന് പുരോഹിതനായിരിക്കണം, ജനത്തിന് പൗരോഹിത്യം ചെയ്യണം. ആ ഒരു കാറ്റഗറി ഓഫ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അഹറോന് ദൈവം ഒരു ഉടമ്പടി നൽകുകയാണ്. നിത്യമായ ഒരു ഉടമ്പടിയാണ്, ഒരു എൻഡില്ലാത്തൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഉടമ്പടിയാണ് അഹറോനുമായിട്ട് ദൈവം ചെയ്തത്. അതെന്താണ്, ഇസ്രായേലിയർക്ക് പൗരോഹിത്യം ചെയ്യണം. ഓക്കെ, ഇനി ഈ പൗരോഹിത്യം ചെയ്യാൻ വേണ്ടിയിട്ട് കർത്താവ് അഹറോന് നൽകിയത് എന്താണ്, അതാണ് അവസാന ഭാഗത്തിൽ പറയുന്നത്. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വിശിഷ്ടമായിട്ടുള്ള തിരുവസ്ത്രങ്ങൾ കൊണ്ട് കർത്താവ് അഹറോനെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇത് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴൊക്കെ അവർ ബലിപീഠത്തിൻ്റെ അടുത്ത് വന്ന് കർത്താവിന് ബലിയർപ്പിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നുവോ, എപ്പോഴൊക്കെ അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുന്നോ, അപ്പോഴെല്ലാം അഹറോനും അഹറോൻ്റെ പിൻതലമുറക്കാരും സന്തതികളും എല്ലാവരും ഈ തിരുവസ്ത്രം ധരിച്ചിട്ടുണ്ടാവണം. അത് ധരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ കുറ്റക്കാരായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടിട്ടായിരിക്കും ഈ ഒരു വിശേഷണം അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേകത അഹറോന് നൽകിയത്? കാരണം പുരോഹിതനായിട്ടുള്ള വ്യക്തി മറ്റു ജനങ്ങളെക്കാളും വളരെ ഉന്നതനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിശേഷ വസ്ത്രങ്ങൾ അഹറോന് കർത്താവ് കൊടുത്തിരിക്കുന്നത്. സോ അതില്ലാതെ ഒരിക്കലും ശുശ്രൂഷ ചെയ്യാനോ, വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാനോ, ഒപ്പം സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ പോലുമോ അവർക്ക് പാടില്ല. അങ്ങനെ അവർ ചെയ്താൽ അവർ കുറ്റക്കാരായിരിക്കും. അപ്പോൾ എപ്പോഴൊക്കെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിച്വൽസ് ചെയ്യുന്നുവോ അപ്പോഴെല്ലാം ഈ വിശേഷ തിരുവസ്ത്രം അവർ ധരിച്ചിട്ടുണ്ടാവണം. അതാണ് പറയുന്നത്, വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അഹറോനെ അനുഗ്രഹിച്ചു. അഹറോനെ അനുഗ്രഹിച്ചെന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? അഹറോന് പിന്നിൽ വരുന്ന തൻ്റെ പിൻതലമുറക്കാരായിട്ടുള്ള പുരോഹിതന്മാരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് ഹിഡനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. ഇതാണ് 7ാമത്തെ വാക്യം. അടുത്തത് 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഈ വിശേഷ വസ്ത്രമില്ലേ, തിരുവസ്ത്രം, ഇതിൻ്റെ സവിശേഷതകൾ, ഓരോ വസ്ത്രവും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള സവിശേഷതകളാണ് 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പ്രഭാഷകൻ പറയുന്നത്. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. താല്പര്യമുള്ളവർ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം വായിച്ചു നോക്കുക. അതിൽ കർത്താവ് മോശയോട് പറയുന്നുണ്ട്, അഹറോന് വേണ്ടിയിട്ട് നീ തിരുവസ്ത്രം റെഡിയാക്കണം, അതിന് വേണ്ട ഓരോരോ കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ആ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. 8ാമത്തെ വാക്യം പറയുന്നത്, മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു. എന്താ പറയുന്നത്? കർത്താവ് മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു. ആരെ? അഹറോൻ എന്ന പുരോഹിതനെ അണിയിച്ചു. എന്തിനാണ് മഹിമയേറിയ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? സാധാരണ ജനങ്ങളെ പോലെ അല്ല, അവരെക്കാളും കുറച്ചും കൂടി ഉയർന്നു നിൽക്കുന്ന ആളാണ് പുരോഹിതൻ അല്ലെങ്കിൽ അഹറോൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മഹിമയേറിയ മേലങ്കി കർത്താവ് അവനെ ധരിപ്പിച്ചത്. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. മേലങ്കി മാത്രമല്ല, പ്രത്യേകമായിട്ടുള്ള സവിശേഷതകളുള്ള ഒട്ടനവധി കാര്യങ്ങൾ ആ ഒരു വസ്ത്രത്തോടൊപ്പം തുന്നിച്ചേർത്തിട്ടുണ്ട്. അതിനി പിന്നീട് പറയുന്നുണ്ട്. അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. ഒരുപാട് അധികാരപ്പെട്ട
സിംബൽസ് നൽകി, സൈൻസ് നൽകി അവനെ ശക്തനാക്കി. ആരെ? അഹ്റോൻ എന്ന പുരോഹിതനെ കർത്താവ് ശക്തനാക്കി. ഇതെല്ലാം വരുന്ന വാക്യങ്ങളിൽ പറയുന്നുണ്ട്. കാൽച്ചട്ടയും നീണ്ട അങ്കിയും ഏഫോദും അവന് നൽകി. എന്താ പറയുന്നത്? ഒന്ന് കാൽച്ചട്ട, കാലിലിടുന്ന ചട്ട, 2 അങ്കി, ഫുള്ളായിട്ടുള്ള ഉടുപ്പ്, ഏഫോദ്. ഏഫോദ് ഓൾറെഡി നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കണ്ട കാര്യമാണ്. അത് തന്നെ ഏഫോദും അവന് നൽകി. ഇനി ഓരോന്നിൻ്റെയും സവിശേഷത പറയാണ് 9ാമത്തെ വാക്യത്തിൽ. അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ധാരാളം സ്വർണ്ണമണികളും തുന്നിച്ചേർത്തു. അപ്പോൾ എന്തൊക്കെയാ പറയുന്നത്? ആദ്യം അങ്കീനെ കുറിച്ചാണ് പറയുന്നത്. ആ വലിയ ഡ്രസ്സ്, ഏറ്റവും താഴെ ഇടുന്ന ആ വലിയ ഡ്രസ്സാണ് ഈ അങ്കി എന്ന് പറയുന്നത്. ഈ അങ്കിയുടെ അറ്റത്ത് ചുറ്റുമായിട്ട് എന്താണ്? മാതളനാരം വെച്ച് പിടിപ്പിക്കും. ഈ മാതള നാരങ്ങ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും സേവനം ചെയ്യുന്നവരായിരിക്കണം പുരോഹിതന്മാർ. ഓക്കെ, ജനങ്ങളെക്കാളും വളരെ മുകളിൽ നിൽക്കുന്ന ആളുകളായിരിക്കും പുരോഹിതന്മാർ. അപ്പോൾ ഈ പുരോഹിതന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഫലം നിറഞ്ഞവരായിരിക്കണം എല്ലാ രീതിയിലും, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും സ്പിരിച്വലായിട്ടും ഇൻ്റലക്ച്വലായിട്ടും ഒക്കെ എന്ത് നിറഞ്ഞവരായിരിക്കണം? ഫലം നിറഞ്ഞവരായിരിക്കണം, നല്ല ഫലം നിറഞ്ഞവരായിരിക്കണം. അതിനെ സിംബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മാതള നാരം ഈ ഉടുപ്പിനറ്റത്ത് വെക്കുന്നത്. രണ്ടാമത്, ഈ മാതള നാരത്തിനിടയിലായിട്ട് സ്വർണ്ണമണികൾ തൂക്കും. ഈ മണികൾ തൂക്കുന്നത് എന്തിനാണ്? പുരോഹിതൻ നടക്കുമ്പോൾ, പുരോഹിതൻ ഈ ദേവാലയത്തിലേക്ക് അല്ലെങ്കിൽ വിശിഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ വിശുദ്ധമായിട്ടുള്ള സ്ഥലത്തേക്ക്, സമാഗമ കൂടാരത്തിലേക്കൊക്കെ കടക്കുമ്പോൾ ജനങ്ങൾക്കറിയാൻ പറ്റണം, ഓക്കെ പുരോഹിതൻ വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ മണി കേൾക്കുന്നത്. പഴയ നിയമത്തിൽ പുറപ്പാട് 28 പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ആ ശബ്ദം കേട്ടില്ലെങ്കിൽ ഈ പുരോഹിതൻ മരിക്കും എന്നാണ് പറയണേ. ആ ശബ്ദം കേൾക്കണം, ജനങ്ങൾ തിരിച്ചറിയണം പുരോഹിതനാണ് അതെന്ന് തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ അങ്കിയുടെ അറ്റത്ത് ഈ മാതള നാരങ്ങയും ഒപ്പം ഇടവിട്ടിടവിട്ട് ഈ സ്വർണ്ണമണികളും വെച്ചിരിക്കുന്നത്. ഈ തിരുവസ്ത്രത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ അങ്കിയുടെ അറ്റം കാണാൻ പറ്റും, കണ്ടോ? ഇവിടെയാണ് മാതളവും അതേപോലെ മണികളും ഇടവിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 9ാമത്തെ വാക്യം എന്തിനെക്കുറിച്ചായിരുന്നു? അങ്കിയെക്കുറിച്ചായിരുന്നു. ഇവിടെ പറഞ്ഞ അങ്കിയെക്കുറിച്ചായിരുന്നു. 10ാമത്തെ വാക്യം ഏഫോദിനെ കുറിച്ചാണ് പറയുന്നത്. സ്വർണ്ണ നീല ധൂമ്രവർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. എന്താ പറയുന്നത്? സ്വർണ്ണ നീല ധൂമ്രവർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഈ കാണുന്നതാണ് ഈ വിശുദ്ധ വസ്ത്രം, കണ്ടോ? ഇതാണ് ഏഫോദ് എന്ന് പറയുന്ന വിശുദ്ധ വസ്ത്രം, വിശേഷ വസ്ത്രം. ഇതിൻ്റെ വീവ്സ് കണ്ടോ? എന്തൊക്കെ കളേഴ്സാണ്? പേർപ്പിൾ കളർ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗോൾഡൻ ഉണ്ട്. ഓക്കെ, അതാണ് ആ ഉദ്ദേശിക്കുന്നത്. സ്വർണ്ണ നീല ധൂമ്രവർണ്ണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ, ഹാൻഡ് എംബ്രോയിഡറിയോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. എന്നിട്ട് പറയാണ് ഉറീം തുമീം എന്നിവയും അണിയിച്ചു. എന്തൊക്കെയാണ് ഈ ഉറീം തുമീം? ഹീബ്രുവിൽ ഉറീം എന്നുദ്ദേശിക്കുന്നത് ലൈറ്റിനെയാണ്. എന്താണ്? ലൈറ്റ്. തുമീം എന്നുദ്ദേശിക്കുന്നത് പെർഫെക്ഷൻ, പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം, പെർഫെക്ഷൻ. ഓക്കെ, അപ്പോൾ ഉറീമും തുമീമും ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റിനെ, കർത്താവിൻ്റെ ജഡ്ജ്മെൻറ്റിനെ, വിധീനെ, ഓക്കെ, വിധീനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത് പറയുന്നത് എപ്പോഴൊക്കെ വിശുദ്ധ സ്ഥലത്ത് ബലിയർപ്പിക്കാൻ, ശുശ്രൂഷ ചെയ്യാൻ ഈ പുരോഹിതന്മാർ എത്തുന്നുവോ അപ്പോഴെല്ലാം ഈ ഉറീമും തുമീമും ഈ പുരോഹിതന്മാർ അവരുടെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ടാവണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ടുള്ള കർത്താവിൻ്റെ കറക്റ്റായിട്ടുള്ള വിധി ഈ പുരോഹിതന്മാർക്ക് മനസ്സിലാവാൻ. കാരണം ദൈവം സംസാരിക്കുന്നത് ഇവരിലൂടെയാണ്, പുരോഹിതന്മാരിലൂടെയാണ് ദൈവം ജനങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം കറക്റ്റായിട്ടുള്ള മെസ്സേജ്, കറക്റ്റായിട്ടുള്ള ദൈവവിധി ഈ പുരോഹിതന്മാർക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഈ ഉറീമും തുമീമും അവരുടെ മാറിടത്തിൽ, ഈ പ്രത്യേകമായിട്ട് ഈ ബലി അർപ്പിക്കുന്ന സമയത്ത്, ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത്, ദൈവവുമായിട്ട് സംവദിക്കുന്ന സമയത്ത് ഇവരുടെ മാറിടത്തിൽ അത് ഉണ്ടായിരിക്കണം. അതാണ് ഈ ഉറീം തുമീം എന്നുദ്ദേശിക്കുന്നത്. ഇത് 2 പ്രഷ്യസ് ആയിട്ടുള്ള കല്ലുകളാണ്. ഈ കല്ലുകളിൽ ഹീബ്രു ഭാഷയിൽ ദൈവത്തിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴും ഇവരുടെ മാറിടത്തോട് ചേർത്ത് ഇവർ വെച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ കറക്റ്റായിട്ടുള്ള വില്ല് ഇവർക്ക് മനസ്സിലാവുള്ളൂ, കറക്റ്റായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് ഇവർക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, 11ാമത്തെ വാക്യത്തിൽ ഈ പുരോഹിതന്മാരിൽ തന്നെ ഏറ്റവും ഹൈ ഓർഡറുള്ള പുരോഹിതന്മാർ
ധരിക്കുന്ന ഒരു ബ്രസ്റ്റ് പ്ലേറ്റ് ഉണ്ട്, നെഞ്ചിൽ വെക്കുന്ന വലിയൊരു ഫലകമുണ്ട്. അതിൻ്റെ പ്രത്യേകതകളാണ് 11ാമത്തെ വാക്യത്തിൽ പറയുന്നത്. കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചെമപ്പ് നൂല്. എന്താ പറയുന്നത്? കടും ചെമപ്പ് നൂല്, അതും വളരെ കരവിരുതോടുകൂടി പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, അതിന് സിദ്ധി നേടിയിട്ടുള്ള ആളുകൾ പിരിച്ചെടുത്ത കടും ചെമപ്പ് നൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണ്ണപ്പണിക്കാർ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണ ഫലകം എന്നിവ അണിയിച്ചു. ഇത് മൊത്തം ഡിഫൈൻ ചെയ്യുന്നത് ബ്രസ്റ്റ് പ്ലേറ്റിനെയാണ്. ഈ മാറിൽ വെക്കുന്ന, അവരുടെ നെഞ്ചിൽ വെക്കുന്ന ആ വലിയ ബ്രസ്റ്റ് പ്ലേറ്റിനെയാണ്. ഓക്കെ, കണ്ടോ, ഇതാണ് ആ ബ്രസ്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ആ ബ്രസ്റ്റ് പ്ലേറ്റ്. ആ ബ്രസ്റ്റ് പ്ലേറ്റ് തന്നെ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ആ ഫലകം സ്വർണം കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. അതിൻ്റെ മുകളിലായിട്ട് പ്രഷ്യസ് ആയിട്ടുള്ള കല്ലുകളുണ്ട്. ഈ ഓരോ കല്ലുകളും ഓരോ ഗോത്രങ്ങൾ, ഇസ്രായേൽ ഗോത്രങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന സമയത്ത് എപ്പോഴും ഈ 12 ഗോത്രങ്ങളെ ഓർക്കാൻ, എപ്പോഴും ഈ 12 ഗോത്രങ്ങളെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുരോഹിതന്മാർ ഈ ബ്രസ്റ്റ് പ്ലേറ്റിൽ ഈ 12 ഗോത്രങ്ങൾക്ക് 12 ഡിഫറെൻറ്റ് സ്റ്റോൺസ്, രത്നങ്ങൾ വെച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചും 28ാമത്തെ വാക്യം പുറപ്പാട് 28 ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് വളരെ ഡാർക്കായിട്ടുള്ള റെഡ് കളറുള്ള നൂല് കൊണ്ടിട്ട് അതിൻ്റെ അകത്ത് കരവിരുത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം ഈ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? 11ാമത്തെ വാക്യം ഫുള്ള് ഈ കാണുന്ന ബ്രസ്റ്റ് പ്ലേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചുമപ്പ് നൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണ്ണ പണിക്കാർ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണ ഫലകം എന്നിവ അണിയിച്ചു. അപ്പോൾ എന്താണ്, ഈ പ്രഷ്യസ് സ്റ്റോൺസിൻ്റെ അകത്ത് ഓരോ ഗോത്രങ്ങളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഇത് ആരെപ്പോലെയാണ്, എന്തിനെ സിംബോളൈസ് ചെയ്യുന്നത് പോലെയാണ്? സ്വർണ്ണ പണിക്കാർ മുദ്രമോതിരത്തിൽ ലിഖിതങ്ങൾ കൊത്തുന്ന പോലെ. എന്താ പറയണേ? സ്വർണ്ണപ്പണിക്കാർ മുദ്രമോതിരത്തിൽ ഈ മുദ്രകൾ കൊത്തുന്നത് പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ. എന്തായിരിക്കും ആ ലിഖിതങ്ങൾ? ഓരോ ഗോത്രങ്ങളുടെ പേരുകളാണ് അതിൽ കൊത്തിവെക്കുന്നത്. ഓക്കെ, ഇതെല്ലാം പതിച്ച സ്വർണ്ണ ഫലകവും ഈ പുരോഹിതന്മാരെ അണിയിച്ചു, അല്ലെങ്കിൽ ഈ ആറോനെ കർത്താവ് അണിയിച്ചു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രഷ്യസ് സ്റ്റോൺസ്. ഓരോ സ്റ്റോൺസിലും ഓരോ ഗോത്രങ്ങളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ സഫേർ ഇസാക്കർ ഗോത്രത്തിൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. എമറാൾഡിൽ യൂദാ ഗോത്രത്തിൻ്റെ പേരാണ്. ഡയമണ്ടിൽ സെബലൂൺ ഗോത്രത്തിൻ്റെ പേരാണ്. അങ്ങനെ ഓരോ കല്ലിലും ഓരോ പ്രഷ്യസ് സ്റ്റോൺസിലും ഓരോ ഗോത്രങ്ങളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12 പറയുന്നത് ഇനി അവൻ്റെ ഹെഡ് ഗിയേഴ്സ് ആണ്. തലയിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് കൊടുത്തിരിക്കുന്നത്? ഒന്നാമത്തത്, അവൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അവൻ്റെ തലപ്പാവിലാണ് സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം വെച്ചിട്ടുണ്ട്. ആ കിരീടത്തിൽ ഒരു മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു മുദ്ര പോലെ വിശുദ്ധി എന്ന് ആ സ്വർണ്ണ കിരീടത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ളൊരു കിരീടം അണിയിച്ചിട്ടുണ്ട്. ആ കിരീടത്തിന്മേൽ മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്നുള്ള വാക്ക് കൊത്തിവെച്ചിട്ടുണ്ട്. അതൊരു മുദ്രയായിട്ടാണ് ആ വിശുദ്ധി എന്നുള്ളത് കൊത്തിവെച്ചിരിക്കുന്നത്. ഇനി പറയുന്നത്, വിദഗ്ധൻ്റെ കരചാതുരി പ്രകടമാകുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അപ്പോൾ ഈ തലപ്പാവിൻ്റെ പ്രത്യേകത എന്തെന്നാണ്? തലപ്പാവിൻ്റെ മുകളിൽ എന്ത് വെച്ചിട്ടുണ്ട്? സ്വർണ്ണ കിരീടം വെച്ചിട്ടുണ്ട്. അതിലൊരു മുദ്ര എന്നതുപോലെ വിശുദ്ധി എന്നും കൊത്തിവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? വളരെ വിദഗ്ധമായിട്ട് ചാതുരിയുള്ള ഈ ഒരു കാര്യം നയനാനന്ദകരവും, നമുക്ക് കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് വളരെ ആനന്ദകരമാണ് അത് കാണുന്നത്. 2, വളരെ ശ്രേഷ്ഠമായ ഒന്നാണ്. ഓക്കെ, അവർക്ക് വളരെ പവർഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് മാത്രം പ്രത്യേകമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് കർത്താവ് നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ്. 3ാമത്തത്, അവരെ തന്നെ അലങ്കരിക്കുന്ന ഒന്നാണത്. ഓക്കെ, അലങ്കൃതവും ആണ്. അതാണ് 12ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇനി ഇത്രയും നേരം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത വസ്ത്രങ്ങളുടെ പ്രത്യേകത എന്താണ്? അവൻ്റെ കാലത്തിന് മുൻപ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അഹറോൻ്റെ കാലത്തിന് മുൻപ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പോലും ആ സമൂഹത്തിൽ നടന്നിട്ടില്ല. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വസ്ത്രം ആരും ധരിച്ചിട്ടില്ല. ഇത്രയും ഭംഗിയുള്ള കല്ലുകൾ ആരും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഭംഗിയുള്ള നൂലുകൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഈ അഹറോൻ്റെ കാലത്തിന് മുൻപ് ആരും കാണാത്ത, അല്ലെങ്കിൽ അതിനു മുൻപ് ഇത്രയും മനോഹരമായ ഒരു വസ്തുക്കളെ ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. ആരും അത് അണിഞ്ഞിട്ടുമില്ല.
അവൻ്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. അപ്പം എന്താ പറയുന്നത്? അഹറോനും അഹറോൻ്റെ മക്കളും അവരുടെ പിൻഗാമികളും, ഇതെല്ലാം പുരോഹിത തലമുറയാണ് അല്ലേ, പുരോഹിതന്മാരുടെ ഒരു ലീനേജാണ്. ഇവർ മാത്രമാണ് ഇത് ധരിക്കാനായിട്ട് ഭാഗ്യം സിദ്ധിച്ചവർ. ഓക്കെ, അതാണ് 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 14-ൽ പറയുന്നത് എല്ലാ ദിവസവും 2 പ്രാവശ്യം വീതം അവൻ്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. ഇനി എങ്ങനെയാണ് ഇവർ ബലി അർപ്പിക്കേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിൽ? ഡെയിലി 2 പ്രാവശ്യം. എന്താ പറയുന്നത്? ഡെയിലി 2 പ്രാവശ്യം. അതും ഇവരർപ്പിക്കുന്ന ഹോമബലി പൂർണ്ണമായിട്ടും കത്തിയിട്ടുണ്ടാവണം, പൂർണ്ണമായിട്ടും ദഹിച്ചിട്ടുണ്ടാവണം. അവശിഷ്ടങ്ങളൊന്നും അതിലുണ്ടാവാൻ പാടില്ല. കംപ്ലീറ്റ് ആയിട്ട് ദഹിച്ചു പോയിട്ടുണ്ടാവണം ഇവരുടെ ഹോമബലി, അഹറോൻ്റെയും അവൻ്റെ പിൻതലമുറക്കാരുടെയും. ഡെയിലി 2 പ്രാവശ്യം വെച്ചിട്ടാണ് അവർ ഹോമബലി നടത്തുന്നത്. 15-ാമത്തെ വാക്യം പറയുന്നത് മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു. കാരണം അഹറോനെ പുരോഹിതനായിട്ട് നിയോഗിക്കാനും അവന് വേണ്ടിയിട്ടുള്ള ഈ വിശേഷ തിരുവസ്ത്രങ്ങൾ ഒരുക്കാനും ഒക്കെ കർത്താവ് നിയോഗിച്ചത് ആരെയാണ്? മോശയാണ്. അത് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു. എങ്ങനെയാണ്? വിശുദ്ധ തൈലം ഉപയോഗിച്ച് മോശയാണ് അഹറോനെ പുരോഹിതനായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? 1, കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ. എന്തിനാണ്? കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ. 2, പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ആദ്യം പറയുന്നത് കർത്താവിന് വേണ്ടിയിട്ട്, രണ്ടാമത് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ആദ്യം പറഞ്ഞത് എന്താണ്? കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ. ജനങ്ങൾക്ക് വേണ്ടി രണ്ടാമത് പറഞ്ഞത് എന്താണ്? പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാൻ. എന്നിട്ട് പറയുന്നത് എന്താണ്? അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി. മൂന്നാമത് പറയുന്നത് എന്താണ്? ജനങ്ങൾക്ക് പുരോഹിത ധർമ്മം ചെയ്യാൻ മാത്രമല്ല, തൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ജനത്തെ ആശീർവദിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അഹറോനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായൊരു ഉടമ്പടി കർത്താവ് നൽകിയത്. ഇത്രയും വലിയൊരു ഉടമ്പടി കർത്താവ് നൽകിയത്. ഓക്കെ, നിത്യമായ ഉടമ്പടിയാണ്. അതിനൊരളവ് പറഞ്ഞത് എന്താണ്? ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് ഈ പൗരോഹിത്യ ഉടമ്പടി. കർത്താവ് അഹറോനുമായി ചെയ്ത ഉടമ്പടി, അവൻ്റെ സന്തതികളുമായി ചെയ്ത ഉടമ്പടി. ഓക്കെ, അപ്പോൾ ഇതെന്തിനൊക്കെ വേണ്ടിയാണ്? കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒപ്പം ജനങ്ങൾക്ക് പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ജനത്തെ ആശീർവദിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അഹറോനും അവൻ്റെ സന്തതി പരമ്പരകൾക്കും വേണ്ടിയിട്ട് കർത്താവ് ഈ നിത്യമായ ഉടമ്പടി, ആകാശത്തോളം നിത്യമായ ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഓക്കെ, 16-ാമത്തെ വാക്യം, എന്തിനു വേണ്ടിയാണ് കർത്താവ് അഹറോനെ തിരഞ്ഞെടുത്തത്? ഓക്കെ, ഇപ്പോൾ പുരോഹിതനാവാനായിട്ടുള്ള ഉടമ്പടി നൽകിയതിനെ കുറിച്ചിട്ടാണ് 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഉടമ്പടി നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ്? 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമ്മൾ പഠിച്ചു. കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ, പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാൻ, അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് ആകാശത്തോളം നിത്യമായ ഉടമ്പടി ആരുമായി കർത്താവ് ചെയ്തത്? അഹറോനും അവൻ്റെ സന്തതികളുമായി കർത്താവ് ചെയ്തത്. 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അഹറോനെ തിരഞ്ഞെടുത്തത് കർത്താവ്? 2 കാര്യങ്ങളാണ് പറയുന്നത്. 1, ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കാൻ. എന്താ പറയുന്നത്? ഇസ്രായേൽ ജനം ചെയ്യുന്ന പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് കർത്താവിന് ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒന്നാമത്തത്. രണ്ടാമത്തത്, സ്മരണാംശമായി കുന്തിരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും. എന്തിനു വേണ്ടിയിട്ടാണ്? സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും. നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ ന്യായാധിപന്മാർ പഠിച്ചപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ബലിയുടെ സ്മെല്ലെത്തണം. ഓക്കെ, അതിൻ്റെ ഒരു മണമെത്തണം, സുഗന്ധമെത്തണം. എന്നാൽ മാത്രമേ കർത്താവ് അതിൽ പ്രസാദിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് പറയുന്നത്. സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടെ നിന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. 17-ാമത്തെ വാക്യത്തിൽ കർത്താവ് 3 കാര്യങ്ങൾ അഹറോന് നൽകിയതായിട്ട് പറയുന്നുണ്ട്. 1, അവിടുത്തെ കൽപ്പന. 2, അവിടുത്തെ നിയമങ്ങൾ. 3, വിധി പ്രസ്താവിക്കാനുള്ള അധികാരം. ഈ 3 കാര്യങ്ങൾ കർത്താവ് അഹറോന് നൽകുന്നുണ്ട്. അതെന്തിനൊക്കെ വേണ്ടിയായിരുന്നു? ഒന്നാമത്തത്, തൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിന്. ഒന്നാമത്തെ കാര്യം എന്താണ്? തൻ്റെ എല്ലാ പ്രമാണങ്ങളും യാക്കോബിനെ പഠിപ്പിക്കുന്നത്. യാക്കോബ് എന്ന് ഉദ്ദേശിക്കുന്നത് യാക്കോബിൻ്റെ സന്തതി പരമ്പരയെ പഠിപ്പിക്കുന്നതിനും ഒപ്പം കർത്താവിൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, യാക്കോബിൻ്റെ സന്തതികൾക്ക് കർത്താവിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക.
രണ്ടാമത്തെ കാര്യം എന്താണ്? കർത്താവിൻ്റെ നിയമങ്ങൾ അറിയാം. ആ നിയമങ്ങൾ അനുസരിച്ച് ഇസ്രായേലിൽ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും അഹറോന് നൽകിയിരിക്കുന്നത്. ഓക്കെ, തൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടെ അവന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും മഹത്വം ദൈവം മോശയ്ക്കും അഹറോനും നൽകിയെങ്കിൽ പോലും അവർക്ക് എതിർത്ത് നിൽക്കാനായിട്ട് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. ഓക്കെ, അവരുടെ ഈ ഒരു തിയറി, അല്ലെങ്കിൽ സാധാരണ ജനങ്ങളിൽ നിന്ന് ദൈവം മോശയെ തിരഞ്ഞെടുത്ത് മഹത്വപ്പെടുത്തി, സാധാരണ ജനങ്ങളിൽ നിന്ന് ദൈവം അഹറോനെ തിരഞ്ഞെടുത്തു പുരോഹിതനാക്കി, ഇതൊന്നും ഡൈജസ്റ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ഇതൊന്നും അംഗീകരിക്കാത്ത ഒരു കൂട്ടം ജനത അന്ന് ഇസ്രായേലിലുണ്ടായിരുന്നു. എസ്പെഷ്യലി മറ്റു ഗോത്രങ്ങളിൽ പെട്ടവരായിരുന്നു, പക്ഷെ അന്ന് ഇസ്രായേലിൽ ഇത്തരക്കാർ ഉണ്ടായിരുന്നു. അതിൽ പെട്ടവരാണ് ദാത്താൻ, അബീറാം, കോറഹ്. ആരൊക്കെയാണ്? ദാത്താൻ, അബീറാം, കോറഹ്. ഈ കോറഹ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മോശയുടെയും അഹറോൻ്റെയും കസിനായിട്ട് വരും. ലേവി ഗോത്രജൻ തന്നെയാണ്, കസിനായിട്ട് വരും. മോശയുടെയും അഹറോൻ്റെയും കസിനായിട്ട് വരും. പക്ഷേ ഈ ദാത്താൻ, അബിറാം എന്ന് പറയുന്ന വ്യക്തികൾ, റൂബൻ ഗോത്രത്തിൽ എലിയാബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ മക്കളാണ് ഈ ദാത്താനും അബിറാമും. ഈ മൂന്ന് കൂട്ടർക്കും ആക്ച്വലി കർത്താവ് ഈ മോശേനെയും അഹറോനെയും മഹത്വപ്പെടുത്തിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഇവരെ രണ്ടുപേരെയും എതിർക്കാൻ തുടങ്ങി. അതിൽ കൂടുതൽ എതിർപ്പ് നേരിടേണ്ടി വന്നത് മോശയായിരുന്നു, അഹറോനല്ല. മോശയോടായിരുന്നു കൂടുതൽ എതിർപ്പ് അവർ കാണിച്ചിരുന്നത്, പ്രകടിപ്പിച്ചിരുന്നത്. അതിനെക്കുറിച്ചിട്ടാണ് 18-19 വാക്യങ്ങളിൽ പറയുന്നത്. 19ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് ഇവരെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയുന്നത്. ഓക്കെ, ഇതൊക്കെ പഴയ നിയമത്തിൽ സംഖ്യയുടെ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ദാത്താനും അബീറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവരെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു. അപ്പം എന്തൊക്കെയാണ് പറയുന്നത്? ഈ മൂന്ന് കൂട്ടർ, ദാത്താൻ, അബീറാം, ഒപ്പം കോറഹിൻ്റെ സംഘം ഉൾപ്പെട്ട അന്യഗോത്രക്കാർ, അവർ ഇവരുടെ ഈ മഹത്വത്തിൽ ദേഷ്യം വന്നിട്ട് അവർക്കെതിരെ, പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നത് അഹറോനെതിരെയാണ്, ഗൂഢാലോചന നടത്താൻ തുടങ്ങി. ഇവരെങ്ങനെയെങ്കിലും തോൽപ്പിക്കണം, ഇവരെങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്ന് താഴെയിടണം, അങ്ങനത്തെ ചിന്താഗതിയുമായിട്ട് ഇവർ വരാൻ തുടങ്ങി. മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളായി. കാരണം മോശേനെ കുറിച്ചിട്ടാണ് ഈ അസൂയാലുക്കളാവുന്നത്. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ആ ഒരു എസ്കേപ്പിൻ്റെ സമയത്താണ് ഇവർക്കിങ്ങനെ കൂടുതലായിട്ട്, ഇവൻ ആരാണ്, ഇസ്രായേൽ ജനത്തിനെ നയിക്കാനും മാത്രം എന്ത് സവിശേഷതയാണ് ഇവനുള്ളത്, ഇവൻ സാധാരണ ഒരു ജനതകളിൽ സാധാരണപ്പെട്ടൊരു മനുഷ്യൻ തന്നെയല്ലേ എന്നുള്ളൊരു അസൂയ ഇവരുടെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. അതാണ് അവിടെ പറയുന്നത്, മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു ഈ മൂന്ന് കൂട്ടരും. 10 വാക്യത്തിൽ പറയുന്നത്, കർത്താവ് ഇത് കണ്ട് കോപിച്ച് അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. കണ്ടോ, കർത്താവിന് പക്ഷേ, കാരണം കർത്താവിൻ്റെ തീരുമാനമാണ് മോശയെ ഒരു വലിയ ജനതയെ നയിക്കുന്ന ഒരാളാക്കി മാറ്റണം, അഹറോനെ ഒരു വലിയ ജനതയുടെ പുരോഹിതനാക്കണം. ഇത് കർത്താവിൻ്റെ തീരുമാനമാണ്, കർത്താവ് നിശ്ചയിച്ചതാണ്, കർത്താവ് ഒരുക്കിയതാണ്. ഓക്കെ, പക്ഷെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കർത്താവിന് കോപമുദിച്ചു. ആ കോപത്തിൽ, കർത്താവിൻ്റെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. സംഖ്യയുടെ പുസ്തകം എടുത്താൽ നമുക്ക് മനസ്സിലാക്കാം, ഇവർ 3 പേര് മാത്രമല്ല, ഒരു കൂട്ടം ജനത ഇവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഈ 3 കൂട്ടരെയും സപ്പോർട്ട് ചെയ്യാൻ ഒരു വലിയ കൂട്ടം ജനത ഇവരുടെ ചുറ്റിനും ഉണ്ടായിരുന്നു. അവർ ദൈവം നിശേഷം നശിപ്പിച്ചു കളഞ്ഞു. ഓക്കെ, കുറേ പേരെ ഭൂമി പിളർത്തി താഴേക്ക് പോയി, അവർ അപ്രതീക്ഷിതമായി ഭൂമി അവരെ വിഴുങ്ങിയെന്നാണ് പറയുന്നത്. ഭൂമി പിളർന്ന് അവർ ഭൂമിയുടെ അടിയിലേക്ക് പോയി. കുറേ പേരെ അഗ്നിക്കിരയാക്കി, കുറേ പേർക്ക് മഹാമാരി വരുത്തിച്ചു. ഓക്കെ, അപ്പോൾ നിശേഷം കർത്താവ് നശിപ്പിച്ചു കളഞ്ഞു അവരെ, തൻ്റെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവൻ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അത്ഭുതം എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് നശിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തൻ്റെ പദ്ധതിക്കെതിരെ വന്നവരെ കർത്താവ് നിശേഷം നശിപ്പിച്ചു കളഞ്ഞു. തൻ്റെ പദ്ധതിയായിരുന്നു മോശ, തൻ്റെ പദ്ധതിയായിരുന്നു അഹറോൻ. അവർക്കെതിരെ കരം ഉയർത്തിയവർ, അല്ലെങ്കിൽ അവർക്കെതിരെ വന്നവരെ കർത്താവ് നശിപ്പിച്ചു കളഞ്ഞു. 20ാമത്തെ വാക്യം പറയുന്നത്, അവിടുന്ന് അഹറോൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. എന്താ പറയുന്നത്? അഹറോൻ്റെ മഹത്വം അവിടെ നിന്ന് വർദ്ധിപ്പിച്ചു. പുരോഹിതന്മാർ എപ്പോഴും ജനതകളെക്കാളും വളരെ ഉന്നതിയിൽ നിൽക്കേണ്ട ആൾക്കാരാണ്. ആ മഹത്വം ദൈവം വർദ്ധിപ്പിച്ചു. ആരുടെ? അഹറോൻ്റെ. ഒപ്പം അവന് പ്രത്യേക അവകാശം,
എത്ര നിത്യമായുള്ളൊരു ഉടമ്പടിയാണ് അവനുമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രത്യേക അവകാശം അഹറോന് നൽകുകയും ചെയ്തു. എന്നിട്ട് പറയാണ്, അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അവിടെ നിന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു. അപ്പോൾ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവർക്ക് കർത്താവിൽ ഒരു ദൈവികമായിട്ടുള്ള ഭക്ഷണം തന്നെ അവർക്ക് ലഭിക്കാൻ തുടങ്ങി. എന്തെന്നാണ് ഒന്നാമത്തത്? ആദ്യ ഫലങ്ങൾ അവർക്ക് ലഭിക്കാൻ തുടങ്ങി. ആദ്യ ഫലങ്ങൾ അവിടെ നിന്ന് അവർക്ക് അനുവദിക്കാൻ തുടങ്ങി. കാരണം ആദ്യ ഫലങ്ങൾ എപ്പോഴും കർത്താവിനുള്ളതാണ്, അല്ലേ? ആദ്യ ഫലങ്ങളുടെ ഒരു ഭാഗം കർത്താവിനുള്ളതാണ്. അപ്പോൾ അതിനുള്ള അവകാശം ആർക്ക് കൊടുത്തു? നമ്മുടെ അഹറോനും അഹറോൻ്റെ പിൻതലമുറക്കാർക്കും കൊടുത്തു. ഒപ്പം ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും, ഈ ധാരാളം എന്ന് ഉദ്ദേശിക്കുന്നത്, അതർത്ഥമാക്കുന്നത് അഹറോന് ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. അതാണ് ഈ ധാരാളം എന്നുള്ള ഒരു വാക്കിന് ഇവിടെ കൊടുക്കുന്ന ഒരു പ്രസക്തി. അഹറോന് ഒരു രീതിയിലും, അതിപ്പോൾ ഫുഡ് എന്നുള്ള രീതിയിലായിക്കോട്ടെ, പീസ് എന്നുള്ള രീതിയിലായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എല്ലാ മേഖലയിലും അഹറോന് കൂടുതലായിരുന്നു എല്ലാം. ധാരാളമായിട്ട് ഒന്നിനും ഒരു കുറവ് ഉണ്ടായിരുന്നില്ല. അതാണ് 20ാമത്തെ വാക്യം പറയുന്നത്. 21ാമത്തെ വാക്യം പറയുന്നത്, കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. എന്താ പറഞ്ഞേ? അതിവിശിഷ്ടമായതാണ് കർത്താവിന് ബലി അർപ്പിക്കുന്നത്. ആ ബലി അർപ്പിക്കുന്നതാണ് ആക്ച്വലി ഈ അഹറോനും അഹറോൻ്റെ പിൻതലമുറക്കാരായിട്ടുള്ള പുരോഹിതരും ഭക്ഷിച്ചിരുന്നത്. അത്രമാത്രം പ്രത്യേകതകളുള്ള വിശിഷ്ടരായിട്ടുള്ള വ്യക്തികളാക്കി ദൈവം അവരെ മഹത്വപ്പെടുത്തി. എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരുന്നില്ല. ഭൂമിയോ മറ്റവകാശങ്ങളോ ഒന്നും ആ ദേശത്ത് ഈ അഹറോനും കൂട്ടർക്കും ഉണ്ടായിരുന്നില്ല. അവരുടെ അവകാശവും ഓഹരിയും ആരാണ്? കർത്താവ് തന്നെയാണ്. കർത്താവ് തന്നെയായിരുന്നു അവൻ്റെ ഓഹരിയും അവകാശവും. അവർക്ക് ഭൂമിയിൽ ഫിസിക്കലായിട്ടുള്ളൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവം അത്രമാത്രം അവനെ മഹത്വപ്പെടുത്തിയെങ്കിലും, ദൈവത്തിന് വേണ്ടി അത്രമാത്രം കാര്യങ്ങൾ അവൻ ചെയ്തെങ്കിൽ പോലും എപ്പോഴും ഒരു കുറവ് നമുക്കുണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എന്തോരം നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കൊരു കുറവ് ദൈവം അവിടെ തീർച്ചയായിട്ടും വെച്ചിരിക്കും. അത് നമ്മളെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾക്ക് നഷ്ടപ്പെടണമെന്ന് വിചാരിച്ച് ദൈവം തരുന്നതല്ല, മറിച്ച് നമ്മൾ എന്നാൽ മാത്രമേ കംപ്ലീറ്റ് ആവുള്ളൂ. ദൈവം ഇത്രയും മഹത്വപ്പെടുത്തിയ അഹറോന് പോലും ദൈവം ഭൂമിയിൽ അവകാശം നൽകിയില്ല. അഹറോനോട് എന്താ പറഞ്ഞേ? കർത്താവ് തന്നെയാണ്, ഞാൻ തന്നെയാണ് നിൻ്റെ ഓഹരിയും അവകാശവും. ഓക്കെ, അപ്പോൾ ഇതാണ് അഹറോനെ കുറിച്ച് പ്രഭാഷകൻ പറയുന്നത്. എപ്പോഴും പഴയ നിയമഭാഗം വായിച്ചാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ ഭാഗങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. പഴയ നിയമഭാഗങ്ങളെന്ന് ഉദ്ദേശിച്ചത് ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ പോലെയുള്ള പുസ്തകങ്ങൾ. ഓക്കെ, ലാസ്റ്റത്തെ ഹെഡിങ് ആണ് ഫിനെഹാസ്. 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് ഫിനെഹാസ് എന്നുള്ള ഹെഡിങ്ങിന് കീഴിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം ഫിനെഹാസ് ആരാണ്? നമ്മുടെ അഹറോൻ്റെ പുത്രൻ്റെ പുത്രൻ, പേരക്കുട്ടി. ഓക്കെ, അഹറോൻ്റെ പുത്രനാണ് ആര്? എലയാസർ. എലയാസറിൻ്റെ പുത്രനാണ് ആക്ച്വലി നമ്മുടെ ഫിനെഹാസ്. ഓൾറെഡി നമ്മളിത് ജോഷുവയുടെ പുസ്തകത്തിൽ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. എലയാസറിൻ്റെ പുത്രനായ ഫിനെഹാസിനാണ് മഹത്വത്തിൻ്റെ 3ാം സ്ഥാനം. അപ്പോൾ 3ാം സ്ഥാനക്കാരൻ ആരാണ്? ഫിനെഹാസ് ആണ്. ഫിനെഹാസ് ആരാണ്? എലയാസറിൻ്റെ പുത്രനാണ്. എലയാസർ അഹറോൻ്റെ പുത്രനാണ്. നമ്മുടെ ഫിനെഹാസിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് ഭക്തി കാണിക്കുക, അതിൽ വളരെയധികം തീഷ്ണതയുള്ളവനായിരുന്നു. ആര്? ഒരിക്കലും ലംഘിക്കാത്തവനായിരുന്നു. ആര്? ഫിനെഹാസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ജനം വഴി തെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. ജനം വഴി തെറ്റി മറ്റു ദേവന്മാരെ പിന്തുടർന്നപ്പോഴും ഫിനെഹാസ് കർത്താവിൽ തന്നെ ആശ്രയിച്ച് കർത്താവിനോട് തന്നെ തൻ്റെ ഭക്തിയും ഭയവും കാണിച്ച് തീഷ്ണതയോടുകൂടി നിന്നു. അതാണ് ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവൻ ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. എന്താണ്? അവൻ ഹൃദയത്തിൻ്റെ നന്മ കൊണ്ട്, ഹൃദയത്തിൻ്റെ നന്മ അവൻ പ്രവൃത്തിയിലൂടെ കാണിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്, കർമ്മോന്മുഖമായ നന്മ കൊണ്ട്. ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ, തൻ്റെ ഹൃദയത്തിലെ നന്മ അവൻ പ്രവൃത്തി കൊണ്ട് കാണിച്ച് വലിയൊരു ജനത്തെ കർത്താവിൻ്റെ കോപത്തിൽ നിന്ന് വീണ്ടെടുത്തവനാണ് ഫിനെഹാസ്. ഓക്കെ, അതാണ് ആ പറയുന്നത്. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവൻ ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. പാപങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ മറന്ന്, തങ്ങളുടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ മറന്ന് അവർ മറ്റു ദേവന്മാരുടെ പിന്നാലെ പോയപ്പോഴും ഫിനെഹാസ് അവർക്ക് വേണ്ടി പാപപരിഹാരം ചെയ്ത് ഇസ്രായേലിയരോട് കർത്താവ് ചെയ്യാനിരുന്ന കോപത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിക്കുകയുണ്ടായി. അതാണ് 23ാമത്തെ വാക്യത്തിൽ ഫിനെഹാസിൻ്റെ സവിശേഷതയായിട്ട്
പ്രഭാഷകൻ പറയുന്നത്. അടുത്തത് 24-ാമത്തെ വാക്യം. അതിനാൽ ഇക്കാരണത്താൽ, ഒന്ന്, മറ്റു ജനങ്ങൾ വഴിതെറ്റിപ്പോയപ്പോഴും ഇവൻ വഴിതെറ്റിയില്ല. കർത്താവിനോട് ആശ്രയിച്ച് കർത്താവിനോട് ഭക്തി കാണിച്ച് അവൻ തീഷ്ണതയിൽ നിന്നു. പിന്നത്തെ കാര്യം എന്താണ്? അവൻ്റെ ഹൃദയത്തിലെ നന്മ കൊണ്ട് അവൻ പ്രവർത്തിച്ചുകൊണ്ട് ഇസ്രായേലിയരെ അവരുടെ പാപങ്ങളിൽ നിന്ന് അവൻ മോചിപ്പിക്കുകയും ചെയ്തു. ഈ കാരണങ്ങൾ കൊണ്ട് അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവൻ്റെ സന്തതികളും പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇവൻ ഈ ചെയ്ത നല്ല പ്രവർത്തികൾ കാരണം, 23-ാമത്തെ വാക്യത്തിൽ പറയുന്ന പ്രവർത്തികൾ കാരണം കർത്താവ് ഫിനെഹാസുമായിട്ടൊരു സമാധാന ഉടമ്പടി ഉണ്ടാക്കി. എന്തൊക്കെയാണ് ആ ഉടമ്പടിയിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ? ഒന്ന്, വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും നേതാവായിരിക്കാനായിട്ടുള്ള കൃപ. വിശുദ്ധ സ്ഥലത്തിൻ്റെയും എന്നുവെച്ചാൽ വലിയ പുരോഹിതൻ, വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും നേതാവായിരിക്കാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം. രണ്ടാമത്തത് എന്തെന്നാണ്? അവനും ഇനി അവൻ്റെ പിൻതലമുറക്കാരും അവൻ്റെ സന്തതികളും പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിന് വേണ്ടി, നിത്യമായി അണിയുന്നതിന് വേണ്ടി. ഓക്കെ, അവനും അവൻ്റെ സന്തതികളും ഇനി നിത്യമായി ഈ പൗരോഹിത്യത്തിൻ്റെ മഹിമ അണിയുന്നതിന് വേണ്ടിയും എന്തു ചെയ്തു? കർത്താവ് ഫിനെഹാസുമായിട്ട് ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കി. ഇനി ഈ ഒരു ഉടമ്പടി വേറൊരു ഉടമ്പടിയുമായിട്ട് പ്രഭാഷകൻ കമ്പയർ ചെയ്യാണ്. അതേതാണ്? യൂദാ ഗോത്രജനായിട്ടുള്ള ജസ്സയുടെ പുത്രൻ ദാവീദുമായിട്ടൊരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. ആ ഉടമ്പടിയിൽ പറയുന്നത് രാജാവിൻ്റെ പിന്തുടർച്ച അവകാശം അവൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്? ദാവീദ് രാജാവിൻ്റെ പിന്തുടർച്ച അവൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കും, അവൻ്റെ മക്കൾക്ക് മാത്രമായിരിക്കും. അതുപോലെ തന്നെ അഹറോൻ്റെ പിന്തുടർച്ച അവകാശം അവൻ്റെ സന്തതികൾക്കാണ്. ഇവിടെ മാത്രം എന്ന് പറയുന്നില്ല. അതിനർത്ഥം എന്താണ്? ഓരോ തലമുറ കഴിയും തോറും ഇങ്ങനെ ഈ ഒരു അവകാശം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ദാവീദിൻ്റെ അവകാശം അങ്ങനെയല്ല, അവൻ്റെ സന്തതികൾക്ക് മാത്രമാണ്, എന്നുവെച്ചാൽ അവൻ്റെ മക്കൾക്ക് മാത്രമാണ്. പക്ഷേ ഫിനെഹാസിന് കിട്ടുന്ന ഈ അവകാശം ആരുടേത് കൂടിയാണ്? ഇനി വരുന്ന സന്തതികൾക്കെല്ലാം ഉള്ളതാണ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. യൂദാ ഗോത്രജനായ ജസ്സയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിൻ്റെ പിന്തുടർച്ച അവകാശം, ദാവീദിൻ്റെ പിന്തുടർച്ച അവകാശം അവൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കും. അതുപോലെ അഹറോൻ്റെ പിന്തുടർച്ച അവകാശം അവൻ്റെ സന്തതികൾക്കാണ്. സന്തതികൾക്കെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നീട് വരുന്ന തലമുറകൾക്കെല്ലാം എന്നുകൂടിയാണ്. ഓക്കെ, ഇനി 26-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, തൻ്റെ ജനത്തെ നീതിപൂർവ്വം വിധിക്കുന്നതിന് കർത്താവ് നിൻ്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. ഓക്കെ, ഈ പുരോഹിതന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത്, നേതാക്കന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത്. തൻ്റെ ജനത്തെ, കർത്താവിൻ്റെ ജനത്തെ നീതിപൂർവ്വം വിധിക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് ഈ നേതാക്കന്മാരായ നിങ്ങളുടെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കട്ടെ, ഒപ്പം മഹത്വം തലമുറകൾ തോറും ഇതുപോലെ തന്നെ നിലനിന്ന് പോകട്ടെ. ഇതാണ് 26-ാമത്തെ വാക്യം. പ്രഭാഷകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ ഫുൾ എക്സ്പ്ലനേഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആവുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം വീഡിയോസ് ലൈക്കും ഷെയറും ചെയ്യണം. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കോമൻസായിട്ട് അറിയിക്കുകയും വേണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.